കുറച്ച് ചായപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാലും. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സംഭവം യൂസ് ചെയ്താണ് നമുക്ക് പനി ഉണ്ടാകുന്ന സമയത്ത്, അതേപോലെ ജലദോഷം തുമ്മലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് ഫ്ലഗിലൊക്കെ കണക്ട് ചെയ്ത് ആവി പിടിക്കാറുണ്ട്. അതിനെ പറയാമെന്ന് തോന്നുന്നു, നമ്മൾ ആവി പിടിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആവിക്ക് പിടിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യുന്നു, ഇത് ഓട്ടോമാറ്റിക്കലി ചൂടാവുന്നു. പിന്നെ മറ്റൊരു സംഭവമാണ്, ഇതൊരു പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കായിട്ട് ഇത് ഉരുകാതെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം ചൂടായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഇത് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് വെള്ളം വരെ നിറച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ ചൂടാക്കിയാണ്ട് ആ ഒരു വെള്ളം വെച്ചുകൊണ്ട് നമ്മൾ ചായ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ആ ചായക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതും പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് എന്തെല്ലാം കാര്യം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. പിന്നെ ഈ ഒരു വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ വെറും 1000 ലൈക്കാണ്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇതിലോട്ട് കുറഞ്ഞ വെള്ളം ഒഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അളവും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ള കാര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇതിലോട്ടായിട്ട് കുറഞ്ഞ വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഹീറ്റ് ആക്കും. ജസ്റ്റ് ഫ്ലഗിലോട്ട് ഇവിടെ ഫ്ലഗ് ഉണ്ട്, അപ്പോൾ അതിലോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം ഒന്ന് ഹീറ്റ് ആക്കിയാണ്ട് എടുക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അകത്ത് വെച്ചാണ്. പുറത്താണെങ്കിൽ നല്ല രീതിയിൽ മഴയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് എന്തായാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് മഴ ഒന്നുമില്ലെങ്കിൽ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ജസ്റ്റ് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. അതിനുശേഷം വെള്ളം ഹീറ്റാക്കാം, ചായപ്പൊടി ഇടാം, പഞ്ചസാര ഇടാം, പിന്നെ എന്തെങ്കിലും വേണം, പിന്നെ ഒന്നും വേണ്ട, ജസ്റ്റ് കട്ടൻ ചായ മതി. ഓക്കെ, അങ്ങനെ പറയല്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം, എന്നിട്ട് ഹീറ്റാക്കിയാണ്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിലോട്ടായിട്ട് കുറഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനും വേണ്ടി നമുക്കൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്, സാധാരണ പോലെ തന്നെ തുറക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ വാട്ടർ ഹീറ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഹീറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതിലോട്ടായിട്ട് കുറഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ചായൻ്റെ വെള്ളമാണ് ഇപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറഞ്ഞ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഇതിലോട്ടായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് ആ രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. യെസ് ഇപ്പോൾ നമ്മളിത് എത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചായ ഉണ്ടാക്കണം, കുടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇത്തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം വെച്ചാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചായക്കുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചായൻ്റെ ഗ്ലാസ് ഇതുണ്ടാവും, ഈ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് സാധാ പോലെ തന്നെ മൂടി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഇനി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ വെള്ളം ഈ ഭാഗത്തോടെ ഹീറ്റ് ഇത് വരും കേട്ടോ. നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആവി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താകും, ഈ വെള്ളം ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം എത്രത്തോളം വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളം നമുക്ക് തിളപ്പിച്ചിക്കാണ്ട് ചായ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ എന്ത് ചെയ്തു, ഇതിലോട്ട് വെള്ളം കാലം അടിപൊളിയായിട്ട് നിറച്ച് കൊടുത്തു കണ്ടോ. സംഭവം അങ്ങനെ ഉണ്ട്, സെറ്റല്ലേ. അപ്പോൾ ഇത്രത്തോളം നമ്മൾ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലോട്ട് ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ വെള്ളം ഒന്ന് ഹീറ്റാക്കി എടുക്കണ്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം ചൂടായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം, ചായ ഉണ്ടാക്കണം, കുടിക്കണം. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം എന്താണ് ഹീറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവിയും കാണുന്നത് പുറത്തോട് വരുന്നുണ്ടോ. അപ്പോൾ വെള്ളം ചെറിയതൊക്കെ ചൂടായിട്ടുണ്ട്, ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇപ്പോൾ കണ്ടോ, ഇത് സംഭവം പെട്ടെന്ന് തന്നെ വെള്ളം ഹീറ്റ് ആവുന്നുണ്ട് ഇത് വെച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഏകദേശം 1.5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് അടിപൊളിയായിട്ട് ഹീറ്റ് ആയിക്കാണ്ട് ഇപ്പോൾ ആവി പുറത്തോട്ടായിട്ട് ആവി കണ്ട് വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം പാടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് ആവശ്യമായുള്ള ഹീറ്റുകളിപ്പോൾ കിട്ടൽ തുടങ്ങും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ ഒന്ന് തിളക്കണം. നമുക്ക് ചായക്ക് വേണ്ടിയാണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള തിള വേണം. അപ്പോൾ എന്തായാലും ആവിയും കാണുമ്പോൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചേരും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ടായിട്ട് പഞ്ചസാരയും പിന്നെ അതേപോലെ ചായപ്പൊടിയും കണക്ക് ഇടാനായിട്ട് വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിലോട്ടായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചായൻ്റെ പൊടി ഉണ്ടല്ലോ, സാധാരണ പൊടി, തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതോടെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചേരോടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ടോ. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ സ്വിച്ച് വേണമെന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നല്ല ഹീറ്റിങ്ങൊക്കെ ഉണ്ട് പുറത്തോട്ടായിട്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഹീറ്റ് ഉണ്ട്.
പിന്നെ ഇത് വെള്ളം നല്ല തിളച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കാണിച്ചു. ഇപ്പോൾ ഇതിൽ നിന്ന് ആവി ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടും കാര്യമൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ പുറത്തോട്ടായിട്ട് എന്താ പറയുക ഹീറ്റിൻ്റെ ആ ഇത് തന്നെ കറക്റ്റ് പേര് ഓർമ്മയില്ല. ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതിലോട്ടായിട്ട് നമുക്ക് ചായപ്പൊടി ഇട്ട് നോക്കാം. അപ്പോൾ ചായപ്പൊടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ചായപ്പൊടി എടുക്കാം. കുറച്ച് ചായപ്പൊടി എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇത്തരത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് നമുക്ക് പഞ്ചസാര ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ പഞ്ചസാര അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്കുള്ളത് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഇളക്കണം. നമ്മുടെ ചായ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എന്ത് വെച്ച് കണ്ട് ഈ ആവി പിടിക്കുന്ന സംഭവം വെച്ച് കണ്ട് കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, പിന്നെ ഇത് നമ്മളങ്ങനെ വല്ലാതെ യൂസ് ചെയ്യാത്ത സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു ഇത് വന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്ത് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ചായയും കാലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഉണ്ടോ ഇത്തരത്തിലുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഹീറ്റിങ്ങൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ ഈ ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇവിടെ ചായ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസ്സിലോട്ടായിട്ട് നമ്മൾ ചായ ഒഴിക്കുക. നല്ല ഹീറ്റിങ്ങൊക്കെ ഉണ്ട്. എടാ നല്ല അടിപൊളി ചായ ഇപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സെറ്റ് ചായയാണ്. നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് മീൻസ് സാധാരണ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കുടിച്ച് നോക്കിയാണ്ട്, നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ, ചായ നല്ല ഹീറ്റ് ഉണ്ട്. പിന്നെ ചായ ഇതാക്കണം കണ്ടോ, സാധാരണ പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മൾ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു, ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചത് കണ്ടോ, സാധാരണ ഒരു കട്ടൻ ചായ എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ചായ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ സാധാരണ ആവി പിടിക്കുന്ന സംഭവം വെച്ചാണ് ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് കുടിച്ച് നോക്കാം. അപ്പോൾ കാണുന്നുണ്ട് തോന്നുന്നു കണ്ടോ. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്ട് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ, എത്രത്തോളം അടിപൊളിയാണെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധനം കുടിച്ച് നോക്കാം. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, വെള്ളം ചൂടാകുന്നതാണല്ലോ. അപ്പോൾ സാധാരണ പോലെ ചായ തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിത് ഹീറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഏകദേശം ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റിൻ്റെ അടുത്തൊക്കെ നിന്നു. ആ 2.5 മിനിറ്റൊക്കെ ആയപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം ഹീറ്റായിട്ട് നല്ല എന്തെങ്കിലും തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് വെള്ളം ചൂടാക്കി എടുക്കാണ്ട് പറ്റുന്നതാണോ. അപ്പോൾ എന്തായാലും വലിയൊരു കറണ്ട് വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഗ്യാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വെള്ളം ചൂടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്തൊക്കെ നിൽക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇത് വെച്ച് കാണാൻ നമുക്ക് വെള്ളം ചൂടാക്കി എടുക്കാണ്ട് കഴിയുന്നതാണ്. അപ്പം സംഭവം എന്തായാലും പെട്ടെന്ന് നമുക്ക് കിട്ടി. പിന്നെ ഇത് നമുക്ക് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ചിലർ കണ്ടിട്ട് വിക്സ് കാണാൻ ഇതിലോട്ട് ആക്കിയതിന് ശേഷം ആവി പിടിക്കുന്നുണ്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് എല്ലാം യൂസ് ചെയ്യാത്ത സംഭവം കേട്ടോ. അതായത് നമ്മൾ ആകെ ഒരു പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ആദ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്ര നമ്മൾ ആകെ യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്ത സമയത്തും വേറെ വെള്ളത്തിനോ അതായത് സ്മെല്ല് കാര്യം വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സംഭവം ഓക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും സയൻറ്റിഫിക്കായിട്ട് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല, പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ചായ അടിപൊളിയാണ്. യെസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. സംഭവം അത് വെച്ചാണ് ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വേണ്ടൊക്കെ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.